ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിനുള്ള ബ്രാൻഡ് എഴുതി വെച്ചാലല്ലേ ആൾക്കാർ വരെ കച്ചവടം ഉണ്ടാവുള്ളൂ. ഞാൻ മരുതകന്ന് എഴുതി വെച്ചത് ഏതാ വേറെ ബ്രാൻഡാന്നല്ലേ വിചാരിക്കുക. പൊതുവെ ഈ ബിസിനസ്സുകാരൊക്കെ ഓരോ പാർട്ടിക്ക് ഫണ്ട് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോച്ചെ ഏതെങ്കിലും പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ? ഒരു മൊബൈൽ എടുത്തിട്ട് കുത്തിയിട്ട് ആരെ കുറിച്ച് എന്തും പറയാ, ഒരു ലിമിറ്റ് ഇല്ലേ? അതുപോലെ തന്നെ ബോച്ചയുടെ സ്ഥാപനങ്ങളെ കുറിച്ച് മുൻപ് സെബിയും RBI ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അന്വേഷണം നടത്തിയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? RBI വന്നു, സെബി വന്നു, ഭയങ്കരമായ എന്തോ സംഭവമാണെന്നുള്ള ഒരാക്കി മാറ്റുന്ന തരത്തിലുള്ള എന്താണ് ഇത്രയും വിവാദങ്ങൾ ബോച്ചേനെ തന്നെ തേടി വരുന്നത്? ഇതിന്റെ വിവാദം എത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ജ്വല്ലറി സ്റ്റാഫുകളെ ഉപയോഗിച്ചുകൊണ്ട് മലങ്കര സൊസൈറ്റിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. ഇനിയും എല്ലാം തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കട്ടെ. അത് പൊന്നാവോ? ശരിക്കും ബോച്ചെ റിയൽ ലൈഫിൽ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പാവമാണ്, ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്. അപ്പൊ ഇത്രയും കാലത്തിനിടയ്ക്ക് ബോച്ചെ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എപ്പോഴായിരിക്കും? തട്ടുകടയിൽ പോയിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വഴിയിൽ നിന്നൊക്കെ ഇറങ്ങി ചായ കുടിച്ചോ വടയും പഴംപൊരിയും ഒക്കെ തിന്നിട്ട്, പഴംപൊരി എന്ന് പറയാൻ പേടിയപ്പോ. So conquer the world with love. Love you everybody. You're on Boche. ഹേ ഹലോ, വെൽക്കം ടു സ്മാർട്ട് ബിക്സ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ബോച്ചെ. ബോച്ചെ നമസ്കാരം. നമസ്തേ. എന്റെ നമസ്തേ എങ്ങനെയാണ്? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സുഖമായിരിക്കണം. വിശേഷങ്ങൾ എന്നും എനിക്ക് വിശേഷമാണല്ലോ. ഓക്കെ, അപ്പം ഇപ്പം ഞാനിങ്ങനെ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ 2012-15 കാലഘട്ടങ്ങളിൽ സ്വർണ്ണ വിൽപ്പന വെറും 66.3 കോടിയായിരുന്നു. സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? അത് തെറ്റായ ഒരു വാർത്തയാണ്. ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ. ശരിക്കും 2012 ആ കാലഘട്ടത്തിൽ എൻ്റെ 2327 കോടിയാണ് എൻ്റെ സ്വർണ്ണ കച്ചവടം വിറ്റുവരവെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏകദേശം ഉള്ളത്. അതിപ്പോൾ നോക്കിയാൽ ഏകദേശം 7000 കോടിയാണ്. ഞങ്ങൾ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 100 ബ്രാഞ്ച് ഇനി തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഒരു 1-2 വർഷത്തിനുള്ളിൽ തീർക്കണം എന്നാണ്. അപ്പോൾ ഏകദേശം ഒരു മിനിമം 10,000 to 15,000 ക്രോറിലേക്ക് വിറ്റുവരവ് കൂട്ടാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ? അത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഗെയിമാണ്. അത് സത്യത്തിൽ അതൊരു കൊട്ടേഷനാണോ, വേറെ ഗ്രൂപ്പുകാർ കൊടുത്ത കൊട്ടേഷനാണോ, അല്ലെങ്കിൽ പലപ്പോഴും കാണാറുള്ള ഒരു പ്രവണത പ്രശസ്ത വ്യക്തികൾ ബ്രാൻഡുകളുടെ മുകളിൽ പിടിച്ചു കയറി എന്തെങ്കിലും വിവാദങ്ങൾ ഒക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ആ ഒരു ചാനൽ ഫേമസ് ആയി വ്യൂവേഴ്സ് കൂടി അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യാറുണ്ട്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് നല്ലത് ഇട്ടാലും അതിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെയാണോ എന്നൊക്കെ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും ഞാൻ ഒരു ഈ തെറ്റായ ഈ ബ്രാൻഡിനെ കുറിച്ച് തെറ്റായ ഒരു ഡാമേജ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരു 100 കോടി രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പോവുകയാണ് എന്തായാലും. കാരണം ഇങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടാവരുത്. നമ്മളൊരു മൊബൈൽ എടുത്തിട്ട് കുത്തിയിട്ട് ആരെ കുറിച്ച് എന്തും പറയാ, ഒരു ലിമിറ്റ് ഇല്ലേ? അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ബോച്ചെ, അല്ലേ? അതുണ്ടാവില്ല. നമ്മള് പ്രശസ്തി കൂടും തോറും അത്ര കണ്ട് നമ്മളെ കുറിച്ച് പറയാൻ ആൾക്കാരുണ്ടാവും. സ്വാഭാവികമാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ലേ നമ്മൾ ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഞാനിപ്പം ബോച്ചയുടെ റീസെന്റ് പോസ്റ്റും ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ അതില് എന്താണ് ഇവരുടെ ഒരു, ഞാൻ അതിനെ കുറിച്ച് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു സാധാരണ ഒരു ബ്രാൻഡ് ഇല്ലാത്ത കടകൾക്ക് ഉണ്ടാവൂലേ സെയിൽസ്. അപ്പൊ എങ്ങനെയാണ് 7000 കോടിന്ന് വെറും 66 കോടിയിലേക്ക്? അപ്പൊ ഇതെന്താന്ന് വെച്ചാല് മുമ്പ് വിവരാവകാശം വെച്ചിരിക്കുകയാണ്. എത്രയാണ് നമ്മുടെ സെയില്? അത് ഒരു ബ്രാഞ്ചിന്റെ സെയിലാണ് ഇവരെടുത്തിട്ട് വിവരാവകാശ പ്രകാരം. അത് ശരിയാണ്. ഇപ്പം നാളെ ഇവർക്ക് കോടതി പോയാലും പറയാമല്ലോ, വിവരാവകാശ പ്രകാരം കിട്ടിയത് ഇതാണ് സെയിൽ, നമ്മൾ കൊടുത്തു. പക്ഷെ അവിടെ ഒരു തെറ്റ് കാണിച്ചു വരും. ഒരു ഉദ്ദേശശുദ്ധിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബ്രാഞ്ചിന്റെ സെയിലാണെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മൊത്തം നമ്മുടെ 56 കട, ഇപ്പം US-ലുണ്ട്, UAE-ലുണ്ട്, ഇന്ത്യയിലുണ്ട്, മൊത്തം ഞങ്ങളുടെ ജ്വല്ലറി ഷോപ്പിന്റെ സെയിൽസ് ആണ് എന്ന് തോന്നിപ്പിക്കുമാറാണ് ഇവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ 7000 കോടി എന്ന് പറയേണ്ടി വരുമല്ലോ. കാരണം ഇത് GST അടയ്ക്കണം, ഇൻകം ടാക്സ് അടയ്ക്കണം, എല്ലാ രേഖകളും ഉള്ളതല്ലേ. ഇപ്പൊ ഏത് കമ്പനിയുടെയും സെയിൽസും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും. ഇത് നേഴ്സറി പിള്ളേർക്ക് വരെ അറിയുന്ന കാര്യമല്ലേ ഇത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ. അതാണ് ഇതിന്റെ ഗെയിം. അത് പെട്ടെന്ന് നോക്കുമ്പോൾ എന്തിനും വിവരാവകാശം എടുത്ത് കാണിച്ചാൽ അത് ശരിയാണല്ലോ
എന്നല്ലേ വിചാരിക്കുക. അതാണ് അവിടെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളത് പെട്ടെന്ന്. അത് ആദ്യം വരുമ്പോൾ അതങ്ങോട്ട് കാണൂല ആൾക്കാർ, പിന്നെയുള്ള നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതായിരുന്നു അതിന്റെ ഒരു ബുദ്ധി. ഓക്കെ. അപ്പൊ ഞാൻ ബോച്ചയുടെ ഇപ്പൊ റീസെന്റ് ഫോട്ടോസും വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ കൂളിംഗ് ഗ്ലാസ് കാണുന്നുണ്ട്. എന്താണ് അതിന്റെ പിന്നില്? അയ്യോ, കൂളിംഗ് ഗ്ലാസിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ബോച്ചെ ലെൻസ് എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് ഇതിന്റെ ലെൻസ് ഒക്കെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. ഫാക്ടറി തൃശ്ശൂർ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലാകെ 2 എണ്ണം ഉള്ളത്, 3ാമത്തെയാണ്. വെരി ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, നന്നായിട്ട് കയറി വരുന്നുണ്ട്. നല്ല പ്രോഫിറ്റബിൾ ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് അത് തുടങ്ങി. ഇത് ഫാദർ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതാണ്, പുള്ളി അങ്ങനെ തുടങ്ങിയില്ല. അപ്പൊ ഞാനായിട്ട് അതങ്ങ് സാധിച്ചു. പിന്നെ രണ്ടാമത്തെ, എനിക്ക് ലിഡ് ഉണ്ടല്ലോ ഇവിടെ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചൊറിച്ചിൽ, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അത് പറയുന്നത് ഡ്രൈ ആവുമ്പോൾ, ഡ്രൈനെസ് വരുമ്പോഴാണ് അതിന്റെ ചൊറിച്ചിൽ ഉണ്ടാവാന്നുള്ളത്. അപ്പൊ ഇത് വെക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. നമുക്കൊരു ഇതാണല്ലോ, കൂളിംഗ് എഫക്റ്റ് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്, അതിനൊരു കംഫർട്ട് ഉണ്ട്. അപ്പൊ പക്ഷെ അത് പലരും പറയുന്ന അതല്ല, ഈ പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടിട്ടല്ലേ. അല്ല, ഞാൻ നേരിട്ട് നോക്കൂല. എനിക്ക് എന്തിനാ ഇതിന്റെ മറവൊന്നും ആവശ്യമില്ല. എല്ലാം തുറന്നു കാണിക്കുന്നു, തുറന്നു പറയുന്നു, തുറന്നു നോക്കുന്നു. ഞങ്ങളൊക്കെ നേരിട്ട് ചോദിക്കുക, അങ്ങനത്തെ ഒരു ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ബോച്ചയുടെ ഇപ്പം ജ്വല്ലറീസിന്റെ ഒക്കെ ബോർഡിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ LLP കമ്പനീസിന്റെ പേര് അധികം കാണുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഓക്കെ, അതെനിക്ക് തോന്നണേ, ഞങ്ങൾക്ക് 56 ജ്വല്ലറിയാണ്, അതിൽ 8 ജ്വല്ലറികളാണ് ഈ LLP എന്ന് പറയുന്നത്. ഈ LLP കമ്പനികളുടെ ഇതിൽ പറയുന്നത് ഞാനും കണ്ടു, ആ കമ്പനികളുടെ ഒന്നും പേരിലുള്ള കമ്പനികളൊന്നും ജ്വല്ലറികളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മാനന്തവാടി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉണ്ട് അവിടെ. അവിടുത്തെ LLP കമ്പനിയുടെ പേര് മരതകം എന്നാണ്. മരതകം. അപ്പൊ അതിന്റെ ബോർഡിന്റെ മുകളിൽ മരതകം എന്ന് കാണില്ല. കാരണം മരതകം എന്ന് പറയുന്ന LLP അവിടുത്തെ GST ബില്ലിന്റെ മുകളിൽ കാണും, കമ്പനിയുടെ പേര് ചെമ്മണ്ണൂർ എന്ന് കാണും. അതായത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്നുള്ള ബ്രാൻഡ് എഴുതി വെച്ചാലല്ലേ ആൾക്കാർ വരെ കച്ചവടം ഉണ്ടാവുള്ളൂ. ഞാൻ മരതകം എന്ന് എഴുതി വെച്ചത് ഏതാ വേറെ ബ്രാൻഡാന്നല്ലേ വിചാരിക്കുക. അതുകൊണ്ട് അപ്പൊ അത് എഴുതി വെക്കണം എന്ന് നിർബന്ധമില്ല, അത് ബില്ലിലുണ്ടായാൽ മതി. സിമ്പിളായിട്ട് അവിടെ പോയി സ്വർണം വാങ്ങിയാൽ കാണാം മരതകം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ബില്ലിൽ കാണാം. ഏത് ചെറിയ കുട്ടികൾക്ക് കാണാൻ അറിയാവുന്ന കാര്യമുള്ളൂ. അപ്പോഴേക്ക് ഇവർ കണ്ടുപിടിച്ചത് എന്താ, ഇത്രയും കമ്പനികളിൽ 8 എണ്ണത്തിന്റെ മറ്റാന്ന് തോന്നുന്നു, അതിന്റെ പേരിലുള്ള ജ്വല്ലറികളൊന്നും കാണാനില്ല. അതൊക്കെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ആണ്, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആണെന്നാണ്. അതിനെന്താ കുഴപ്പം, അതിലെന്താ തെറ്റ്? ഇതൊരു ക്രൈമൊന്നും അല്ലല്ലോ. എനിക്ക് എന്റെ പേര് എന്ത് വയ്ക്കുന്നത്? ഇതിപ്പോ വരാൻ പോകുന്ന 100 ജ്വല്ലറികൾ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അപ്പൊ ഞാൻ എന്ത് ബ്രാൻഡ് എഴുതി വെക്കണ്ടോ എന്താണോ, കച്ചവടം ചെയ്താൽ പോരെ, അതാണ് എന്റെ പണി. പല ഐഡിയകളുണ്ടാവും, ആരുടെ പേരിൽ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം, ഇതൊന്നും എന്റെ കാര്യങ്ങളല്ലേ. എന്റെ കാര്യം ഇത്രയും ശുഷ്കാന്തിയിൽ അന്വേഷിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, നല്ല കാര്യമാണ്. നല്ല ബ്രാൻഡുകൾ വരുമ്പോൾ, ഫേമസ് ആവുമ്പോൾ, വളർച്ച കൂടുമ്പോൾ, കോമ്പറ്റീഷൻ വരുമ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കാനുണ്ടാവും. നല്ല കാര്യമാണ്, അത് വെൽക്കം. എന്തുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങൾ ബോച്ചേനെ തന്നെ തേടി വരുന്നത്? ഒന്ന്, ഞാൻ ഫേമസ് ആയി, അതൊരു കഷ്ടകാലമായിട്ട് തോന്നാണ് എനിക്ക്. സാധാരണ എല്ലാവരും ഫേമസ് ആവുമ്പോ സന്തോഷിക്കുക, ഞാൻ ഫേമസ് ആവും തോറും എനിക്ക് പണി കൂടി ഒന്നും അറിയാതെ ഒരു ബിസിനസ്സുകാരനായിട്ട് എവിടെയും പോയിരുന്ന് കച്ചവടം ചെയ്ത് എന്ത് തോന്നിവാസം ചെയ്താലും ആരും അന്വേഷിക്കില്ല. എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എവിടെയാണ് മുള്ളണെ തുമ്മണത്. ഒരു കണക്കിന് നല്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളും ശ്രദ്ധിക്കുക, അവിടെ ഒരു കടയുണ്ടല്ലേ. അല്ല, 23 ബിസിനസ് ഉണ്ട്. അപ്പൊ പറയാ, ഇപ്പൊ ഞാൻ NBFC ഞങ്ങൾക്ക് 320 ആണോ 312 ആയിരുന്നു, അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലര് പറയും അവിടെ ഒരു കടയുണ്ടല്ലോ എന്ന് പറയുമ്പോഴാവും അവിടെ ലോണ് വെച്ച് ഇത്തിരി പലിശ കുറച്ചു തരാം എന്ന് പറയുന്നപ്പോ അവിടെ ഉണ്ടല്ലേ, ഞാൻ വിളിച്ചു പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ജ്വല്ലറിയുടെ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് കുറച്ച് വർഷങ്ങൾ മുമ്പുള്ളതാണ്. ഓഫീസ് അടഞ്ഞു കിടക്കുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് LLP കമ്പനി അടഞ്ഞു കിടക്കുന്നു, പൂട്ടിപ്പോയി. സത്യത്തിൽ എന്താണ്, ഈ LLP പ്രവർത്തിച്ചിരുന്ന ഓഫീസ് അതിൻ്റെ ജ്വല്ലറി തുടങ്ങിയപ്പോൾ ആ ജ്വല്ലറിയിലേക്ക് മാറ്റി. അപ്പം അതിൻ്റെ പേരാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന്. ഈ ഓഫീസ് ഇപ്പം അതിൻ്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജ്വല്ലറി തുടങ്ങി കഴിഞ്ഞാൽ ഇനി എന്തിനും ഒരു പഴയ ഓഫീസ് അവിടെ വാടക കൊടുത്ത് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഓഫീസ് ആണോ, എത്ര ഓഫീസ് വേണം, എത്ര ജ്വല്ലറി വേണം, ഇതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ സെറ്റപ്പ് അല്ലേ. ഇതൊക്കെ ഒരു ക്രൈമോ അങ്ങനെ വല്ലതാണോ? ഒന്നുമില്ല. പിന്നെ അവിടെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്നാണ് എഴുതി വെച്ചേക്കണത്. അത് കമ്പനിയുടെ പേര് ചെറിയ ഞാൻ പോലും ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെ
കാണുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളാവുമ്പോഴാണല്ലേ? അപ്പോഴാണ് ഇവരോട് കമ്പനിയുടെ പേര് എഴുതിയിട്ടില്ല. അപ്പോൾ സാറേ അത് ബില്ലിലുണ്ടല്ലോ, ചെമ്മണ്ണൂരിന്ന് ബ്രാൻഡ് ഉണ്ട്, മരതകം അല്ലെങ്കിൽ എന്താണോ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ, അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. നല്ലതാണ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളും അത് ഓരോന്ന് ശ്രദ്ധിക്കും എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഏട്ടാ വേറൊരു കാര്യമാണ്, ബോച്ചയുടെ ഒരുപാട് പല ജ്വല്ലറീസും ഇപ്പോൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് ബോച്ചയ്ക്ക് പറയാനുള്ളത്? അതുണ്ട്, ബിസിനസ് ആവുമ്പോൾ ചില ജ്വല്ലറികൾ, ചില ബ്രാഞ്ചുകൾ ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും. ചില സമയത്ത് നമ്മളത് അവിടെ അതിനെക്കുറിച്ച് പഠിക്കും. എന്താണ് അവിടുത്തെ മാനേജറുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ സെലക്ഷൻ്റെ കുഴപ്പമാണോ, അതല്ലെങ്കിൽ പരസ്യത്തിൻ്റെ കുറവാണോ, നമ്മളത് പഠിച്ചിട്ട്. ഇപ്പോൾ വടകര കുറേ മുമ്പ് നഷ്ടത്തിലായിരുന്നു, ഇപ്പൊ നമ്മൾ ലാഭത്തിലാക്കി. ബിസിനസ് അല്ലേ, ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. 23 ബിസിനസ്സുകളുണ്ട്, ജ്വല്ലറി ഉണ്ട്, ബാങ്കിങ്, റിസർവ് ബാങ്കിന്റെ 320 ആയിന്നാ എനിക്ക് തോന്നുന്നത്, അതുണ്ട്. പിന്നെ ബോച്ചെ ഗാർമെന്റ്സ് ഫാക്ടറി ഉണ്ട്. പിന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുണ്ട് ബോച്ചെ 1000 ഏക്കർ റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ്. പിന്നെ തേക്കടി, പിന്നെ ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് റിസോർട്ട് 16 ഏക്കറയിൽ കൊച്ചിയിലുണ്ട്, കുമ്പളങ്ങിയിൽ. അങ്ങനെ പല സ്ഥലത്ത് റിസോർട്ടുകൾ. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എയർലൈൻസ്, ബോച്ചെ എയർലൈൻസ് തുടങ്ങാൻ. ഇവിടെ ആദ്യത്തെ ഹെലികോപ്റ്റർ സർവീസ് ഞാനാ നടത്തിയത്. പിന്നെ കോവിഡ് ടൈമിലാണ് നിർത്തിയത്. പിന്നെ ഇപ്പൊ വീണ്ടും ഹെലിപാഡ് ഞാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് മണ്ണുത്തിയില് 2 പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് ഓക്സിജൻ സിറ്റി എന്ന് പറയും. അവിടെ ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിത് 4 സ്റ്റാർ ഹോട്ടൽ മാർച്ചിൽ ഉദ്ഘാടനമാണ്. പിന്നെ അതിൽ കുറച്ച് കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. പിന്നെ മണ്ണുത്തിയിൽ തന്നെ NH നമ്മളിപ്പോൾ ഒരു 70 ഏക്കറോളം വേറെ വാങ്ങിയിട്ടുണ്ട്. മൊത്തം ഒരു 120 ചില്ലാൻ ഏക്കറുണ്ട്. അത് ബോച്ചെ ഹിൽസ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഈ പറഞ്ഞ RTO, റെന്റ് ടു ഓൺ ഹൗസിംഗ് ഇത് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു വീട് അവിടെ പണിയാൻ പോവാണ്, അവിടെ താമസിക്കാൻ പോവാണ്. നല്ലൊരു കുന്നായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ റിയൽ എസ്റ്റേറ്റ്, റിസോർട്ട്, അങ്ങനെ 23 തരം ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ നഷ്ടത്തിലാവും, ചിലത് കണ്ടുപിടിച്ച് നമ്മൾ ലാഭത്തിലാക്കിക്കൊണ്ടേയിരിക്കുക. അതല്ലേ ബിസിനസ്, നമ്മുടെ പണി അതല്ലേ. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് വളരെ സുതാര്യമായിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നഷ്ടം വന്നാൽ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വെച്ചു കൊടുക്കുക അവർക്ക്. ഈ സാധാരണ കമ്പനികളൊക്കെ എന്താ ചെയ്യുക, പലയിടത്തും കണ്ടിട്ടില്ലേ ന്യൂസ്, ആ കമ്പനി പൂട്ടി നഷ്ടത്തിലാണ്, അതിലിട്ടൊരു കാശ് പോയി. ഇവിടെ അങ്ങനെ ഇല്ല. എൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ഇതായി നഷ്ടം വന്നാൽ ഞാൻ അത് വേറെ വെച്ച് കൊടുക്കും. അതാണ് ഈ കഴിഞ്ഞ ഞാൻ 90-ലാണ് എൻ്റെ കച്ചവടം തുടങ്ങുന്നത്, സെപ്പറേറ്റ് ആയിട്ട്. ഫാദറായിട്ട് വേറെ തന്നെ കച്ചവടം ചെയ്യായിരുന്നു. എൻ്റെ ഈ 35 വർഷകാലത്തിനുള്ളിൽ ഇന്ന് വരെ എൻ്റെ ഒരു ഷെയർ ഹോൾഡർക്കോ ഇൻവെസ്റ്റേഴ്സിനോ 1 രൂപ കിട്ടാണ്ടെന്ന് പറഞ്ഞൊരു പരാതിയില്ല. കറക്റ്റ് ഡേറ്റിൽ നമ്മൾ അവരുടെ ഇൻകം കൊടുത്തിരിക്കും. അതാണ് നമ്മുടെ വിജയം. അതുകൊണ്ടാണ് ആര് മെക്കെട്ട് കയറിയിട്ട് എന്തൊക്കെ ഇളക്കാൻ നോക്കിയിട്ടും ഒന്നും നടക്കില്ല. ഇത് ഈ കോമ്പറ്റീഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട എന്താ, ബിസിനസ് വളരണമെങ്കിൽ ഫണ്ട് വേണം അല്ലേ. ഫണ്ട് വേണമെങ്കിൽ എന്താ, ക്രെഡിബിലിറ്റി, ബ്രാൻഡ്, ഇതൊക്കെ വേണം, വിശ്വാസ്യതയാണ് അവിടെ. അപ്പോൾ ഫണ്ടിനനുസരിച്ചാണ് ഇപ്പോൾ ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ തുടങ്ങണത്. എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് NBFC ഉണ്ട്, ജ്വല്ലറി ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആൾക്കാർക്ക് എന്താ, 100 ബ്രാഞ്ച് ആകുമ്പോൾ 500 ആവണം, 1000 ആവണം, എന്നിട്ട് ലിസ്റ്റ് ചെയ്ത് 25,000 കോടി വാങ്ങണം. ഇതൊക്കെയാണ് എല്ലാവരും ആവശ്യം. ബിസിനസ് ഇതാണ്. അപ്പോൾ ബ്രാഞ്ചുകൾ കൂടണമെങ്കിൽ ഫണ്ട് വേണം അല്ലേ, ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് ആർക്ക് കിട്ടും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഫണ്ട് നമുക്ക് വരുന്നത് അങ്ങോട്ട് വലിക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും കൊട്ടേഷൻ കൊടുക്കും. അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രശ്നമാണ്, അല്ല ഇവിടെ ആയാൽ കുറച്ചേ കിട്ടുള്ളൂ, അങ്ങനെ ഇങ്ങനെ പലതും ഉണ്ടാവും. ഇതൊക്കെ തന്നെ സ്വാഭാവികമാണ്, ജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മൾ റീറ്റെയിൽ പ്രോഫിറ്റ്, മന്ത്ലി പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് കിട്ടുന്നത്. ചില ബിസിനസ് വാല്യുവേഷനാണ്, അത് വേറെ ഗെയിമാണ്. ഇപ്പോൾ ഊബറൊക്കെ എടുത്ത് നോക്കിയാൽ നഷ്ടത്തിലാണ്. പക്ഷേ നിങ്ങൾ 10,000 കോടി കൊടുത്തിട്ട് ഇത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. അത് വെച്ചാൽ സെയിൽസ് പ്രോഫിറ്റ് കാണില്ല അവിടെ, പക്ഷേ അതിനൊരു വാല്യുവേഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്. അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ ചില കമ്പനികൾ അങ്ങനെയാണ് പോവുക. നാളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ ഒരു 5,000 കോടി കിട്ടി, അങ്ങനെ പോകും. മറ്റേത് റീറ്റെയിലാണ്, അതാത് ദിവസത്തെ അതാത് മാസത്തെ പ്രോഫിറ്റ്. അങ്ങനെ പല തരത്തിലാണ് ബിസിനസ്. അതൊക്കെ ബിസിനസ്മാൻ്റെ കാഴ്ചപ്പാട്, കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് രീതികൾക്കൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കണ ക്രെഡിബിലിറ്റി, സത്യസന്ധത, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞത് ചെയ്യുക. അത്രത്തോളം കാലം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സെയിൽസ് കുറയ്ക്കാനോ അല്ല 7,000 കോടിയുടെ സെയിൽസ്
1 കോടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്ത് പറഞ്ഞാലും അതിലുകൊണ്ടൊന്നും ഇത് മാറില്ല. അതാണ്. ഇപ്പം ബോച്ചി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാം നല്ലതല്ല, അങ്ങനെയല്ല അങ്ങനെയല്ല എന്നാലും സംഭവം സൂചിച്ചെങ്കിലും. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ലൈക്ക് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അത് ബോച്ചി എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്കിഷ്ടമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കയറാൻ തന്നെ കാരണം എന്നെ കുറിച്ച് നെഗറ്റീവുകൾ വരുന്നത് കൊണ്ട് ആ നെഗറ്റീവ് പോസിറ്റീവ് ആക്കി മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഹൈപ്പും കാര്യങ്ങളാണ്. അതൊരു സ്പെഷ്യലാണ്. എല്ലാവരും ഒരു നോർമൽ സ്റ്റൈലിലാണ് മാർക്കറ്റിംഗ് സെയിൽസിൻ്റെ ട്രെൻഡ് ഉണ്ടാക്കുക. എൻ്റെ നേരെ റിവേഴ്സ് ട്രെൻഡാണ് നമുക്ക്. കാരണം എന്നാ അറിയാം, ഈ റിവേഴ്സ് വരുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനൊരു 4-5 ദിവസമായിട്ട് കാണുന്നുണ്ട് 1-2 സോഷ്യൽ മീഡിയയിൽ ബോച്ചയുടെ സെയിൽ ഇത്രയേ ഉള്ളൂ, അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ആ വണ്ടി ഓടട്ടെ, അതൊന്ന് റിലീസ് കുറച്ച് നടക്കട്ടെ, കുറച്ച് ദിവസം റീൽ ഓടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ അതിന് മറുപടി കൊടുക്കുക. അപ്പോൾ അതും ഇതും ഇനിയിപ്പോൾ എന്താ വരാൻ പോണ ആൾക്കാർ അത് കണ്ടു ഇത് കണ്ടു, ഇതിലേതാണ് ശരി? അപ്പോൾ നമ്മൾ രേഖ എടുത്ത് കാണിക്കും. ഇതാ GST അടച്ചത്, ഇൻകം ടാക്സ് അടച്ചത്, അല്ലെങ്കിൽ 7,000 കോടി വിറ്റതിൻ്റെ നമുക്ക് അപ്രിസിയേഷൻ കിട്ടി. ഇങ്ങനെ പല രേഖകൾ ഞാൻ രേഖകൾ വെച്ചിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ വരും. അപ്പോൾ ഇത് കാണുമ്പോൾ അതെന്താ, അപ്പോൾ ഒരു ഹൈപ്പ് അവിടെ ഉണ്ട്, ഒരു കമ്പാരിസൺ. അപ്പോൾ ഇറ്റ് വിൽ ബി ദ ടോപ്പിക്. ജനങ്ങളിൽ എപ്പോഴും ടോപ്പിക് ഉണ്ടാവണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്താലല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ പുണ്യാളനാണ്, എന്നെ എല്ലാവരും സ്തുതിക്കണം എന്ന് പറഞ്ഞിരുന്ന ആർക്കും ഇഷ്ടമില്ല. അത് ആൾക്കാർ അപ്പം സ്കിപ്പ് ചെയ്യും. നല്ലത് കണ്ട അപ്പം സ്കിപ്പ് ചെയ്യും. വിവാദം കണ്ടാൽ അപ്പം അത് നോക്കും, 1-2 പ്രാവശ്യം കാണും. ആയിക്കോട്ടെ, ഫ്രീ പബ്ലിസിറ്റി അല്ലേ. അതുപോലെ തന്നെ ബോച്ചയുടെ സ്ഥാപനങ്ങളെ കുറിച്ച് മുൻപ് സെബിയും RBI ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അന്വേഷണം നടത്തിയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? നടത്തിയിട്ടുണ്ട്. ഇപ്പം എന്നെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ഒരുവിധ എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടും അന്വേഷണങ്ങൾ കാര്യങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഊമക്കത്ത് അയക്കാമല്ലോ, പരാതികൾ അയക്കാം. അപ്പോൾ അങ്ങനെയും അല്ലാതൊക്കെ അന്വേഷിക്കാറുണ്ട്. അത് സെബീനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് എനിക്ക് തോന്നുന്നത് 16-17 കാലഘട്ടമായിരിക്കും, എനിക്ക് ഓർമ്മയില്ല, അവിടെ മുമ്പത്തെ കാര്യമാണ്. അന്ന് നടന്ന കാര്യം ഇപ്പോൾ എനിക്ക് വരെ ഓർമ്മയില്ല. ഇപ്പോൾ പലരും തപ്പിയെടുത്തിട്ട് അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നത്. ഓക്കെ, അതായത് നമ്മൾ കമ്പനിയുടെ നിയമപ്രകാരം 200 പേരിൽ നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ പാടുക എന്നൊക്കെയുള്ള ഓരോ കാലഘട്ടത്തിലെ നിയമമാണ്. LLP ആണെങ്കിൽ അത്രയില്ല, അതിന് ഒരുപാട് ലിമിറ്റ്, നമുക്ക് എത്രയോ പേരിൽ നിന്ന് എടുക്കും. ഓരോ അന്ന് LLP അത്ര ആക്റ്റീവ് അല്ല, ഇപ്പൊ LLP ആണ്. ഓരോ കാലഘട്ടത്തിൽ കമ്പനികളുടെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ 200-ൽ കൂടുതൽ ആയി. അത് എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ ഞാൻ നേരിട്ടിട്ടല്ല, സ്റ്റാഫുകളും കാര്യങ്ങളല്ലേ. അന്നത്തെ ഏതോ സ്റ്റാഫ് ഹെഡിന് അത് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കൂടിപ്പോയത് കൊണ്ട് ഒരു നോട്ടീസ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു 200 പേരെ പാടുള്ളൂ ഒരു ഇതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് 200-ൽ ലിമിറ്റ് ചെയ്തു. എക്സസ് ഉള്ളവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അത് വേറെ കമ്പനി തുടങ്ങി നമ്മൾ. അപ്പോൾ അതിനൊരു ഫൈൻ ഇട്ടു. നമ്മൾ തെറ്റ് ചെയ്ത ഫൈൻ ഇടൂല. ഇലക്ട്രിസിറ്റി വൈകി അടച്ചാൽ ഫൈൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതുപോലെ ഫൈനുകൾ. കാരണം ഇതിപ്പോൾ എല്ലാ നിയമങ്ങളും അപ്പം പഠിച്ച് എല്ലാം ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് നോക്കാൻ പറ്റില്ല. ചിലപ്പോൾ സ്റ്റാഫുകൾ അറിയാത്തവരുണ്ടാവും, നോക്കാത്തവരുണ്ടാവും. അതിൻ്റെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഫൈൻ അടയ്ക്കാൻ വരും, ഫൈൻ അടയ്ക്കും, നമ്മൾ കറക്റ്റ് ചെയ്യും. ഇതൊക്കെ ഉണ്ടാവാറുള്ളതാണ്. RBI ഉണ്ടായിരുന്നു. RBI ആദ്യത്തെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ സ്കീം നടത്തായിരുന്നു. അപ്പോൾ പിന്നീട് നിയമം വന്നു, 11 months വരെയാണ് സ്കീം നടത്തുന്നത്. അതിനുള്ളിൽ സ്വർണ്ണം അവർ വാങ്ങണം എന്ന നിയമം. അത് നമുക്കല്ല, എല്ലാ ജ്വല്ലറികൾക്കും നോട്ടീസ് വന്നു. എല്ലാവർക്കും, പേരുകൾ എടുത്ത് പറയേണ്ട എല്ലാവർക്കും. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇങ്ങനെ പാടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ആണ്, പഹല എന്ന് മറ്റും ഉണ്ടായിരുന്നു. അവിടെ അവരാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. അവർ നമ്മളോട് മാത്രമല്ല എല്ലാ ജ്വല്ലറിക്കാരോടും പറഞ്ഞു ഇതിങ്ങനെ ഇനി തൊട്ടിട്ട് ഇങ്ങനെയാണ് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അഡ്വൈസ് തന്നു. RBI ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാനല്ല ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ തെറ്റുകൾ പറ്റിയാൽ അതിന് ഫൈൻ ഇടാനും ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തരുന്ന നല്ല നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ജ്വല്ലറിക്കാരും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്, തിരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ RBI വന്നു. പക്ഷെ അത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം, അത് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ RBI വന്നു, സെബി വന്നു, ഭയങ്കരമായ എന്തോ സംഭവമാണെന്നുള്ള ഒരാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒക്കെ എത്രയോ കമ്പനികൾക്ക്, ഒരുവിധം എല്ലാ കമ്പനികൾക്കും നോട്ടീസ് വരുന്നത്. ഞാൻ എടുത്തു പറയണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോപ്പ് കമ്പനികൾക്ക് വരെ നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതെന്ന് പത്രത്തിൽ കാണാം. ബിസിനസിന്റെ ഭാഗമല്ലേ, കേസ് ഉണ്ടാവും,
നോട്ടീസ് ഉണ്ടാവും, പരാതികൾ ഉണ്ടാവും, അതൊക്കെ സ്ഥിരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും കൂടുതൽ പ്രൊഫഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അറിവുള്ള ആൾക്കാരെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ സെബി ഡിപ്പാർട്ട്മെൻറ്റ്, RBI ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ബാങ്ക്, ഇവിടെ നിന്നൊക്കെയുള്ള റിട്ടയർഡ് ആയിട്ടുള്ള നല്ല അറിവുള്ള ഹെഡുകളെ നമ്മൾ കൊണ്ടുവരികയാണ്. കാരണം അപ്പോൾ കൂടുതൽ അവരൊക്കെ കറക്റ്റ് പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അവരറിയും, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ ചെയ്താൽ മറ്റൊരു വിവാദം, സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു ഹെഡ് നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെന്നാ ഞാൻ പറയാ, ഒരു ഹെഡ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇനി ഞാൻ ശിഷ്ടകാലം മുഴുവൻ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പാടില്ല. ഞാൻ ലോൺ എടുത്ത് തിരിച്ചടക്കുകയും ചെയ്തു. അപ്പൊ അത് കണ്ടുപിടിച്ചു, ഞാൻ ലോൺ എടുത്തു തിരിച്ചടച്ചു. അവിടുത്തെ ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് എനിക്ക് ലോൺ കിട്ടിയത്. എനിക്ക് അത് കാരണമല്ല, എനിക്ക് 1000 ഏക്കർ, ഇവിടെ 120 ഏക്കർ, മലപ്പുറം, മഞ്ചേരി, ഒരു 7-8 ജില്ലകളിൽ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. എനിക്ക് പൈസ ആവശ്യം വന്നാൽ ഞാൻ സ്ഥലം വെച്ച് ലോൺ എടുക്കും, തിരിച്ചടയ്ക്കും. 1 രൂപ പോലും ഒരു ബാങ്കിൽ ഇന്ന് വരെ അടയ്ക്കാതെ ഒരു ഫൈനൊന്നും വന്നിട്ടില്ല. എൻ്റെ ഒരു ചെക്ക് മടങ്ങിയിട്ടില്ല. അപ്പോ ഇതിപ്പോ വിവാദത്തിന് വേണ്ടി, ന്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് നടക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല കാര്യമാണ്. എന്തിനായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ്, ഈ ബ്രാൻഡ് ബോച്ചെ ബോച്ചെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതൊരു സന്തോഷം. അതുപോലെ തന്നെ ബോച്ചെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള മലങ്കര സൊസൈറ്റി, ഇത് തന്നെ വേറെ ആൾക്കാർ പറയും, ഈ വിവാദം തന്നെ ചിലപ്പോ ബോച്ചെ പറഞ്ഞിട്ട് ചെയ്യിക്കണല്ലേ എന്ന് ചിലപ്പോ പറയാറുണ്ട്. എന്താ പറയാ, ഞാൻ പറഞ്ഞ് ചെയ്യിക്കണല്ല. അപ്പൊ ആൾക്കാര്, ഞാൻ മാർക്കറ്റിംഗ് ഗുരു ആണല്ലോ, അതുകൊണ്ട് ബോച്ചേനെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് കുറച്ച് നെഗറ്റീവ് അടുപ്പിക്കും. എന്നിട്ട് ബോച്ച ഉത്തരം പറയും, ഇതൊരു ഒത്തുകളിയല്ലേ എന്ന് പറയും. സത്യമായിട്ട് അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്ത് ചെയ്യാൻ? അപ്പൊ ബോച്ചെ വർഷങ്ങൾക്ക് മുന്നേ നഷ്ടത്തിലായിട്ടുണ്ടായിരുന്ന മലങ്കര സൊസൈറ്റി ബോച്ചെ ഏറ്റെടുത്ത് ഭയങ്കര ഭീമമായ പ്രോഫിറ്റ് കൊണ്ടുവന്നു. അതിന് ബോച്ചയുടെ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്താ സംഭവം? അതങ്ങനെ ഒരു വിവാദം ഞാനും കണ്ടിരുന്നു. അതായത് ഈ മലങ്കര മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്, സെൻട്രൽ ഗവൺമെന്റ് ഇതിലുള്ളതാണ്, ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 4-5-6 വർഷം മുമ്പ് വളരെ നഷ്ടത്തിലായിരുന്നു. അത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിൽ വളരെ വലിയൊരു വളർച്ചയിലെത്തിച്ചു. അതിലെ നഷ്ടം മാറി ഇപ്പോൾ വളരെ പോസിറ്റീവായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷത്തിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് അതിന്. അതിൻ്റെ വിവാദം എത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ജ്വല്ലറി സ്റ്റാഫുകളെ ഉപയോഗിച്ചുകൊണ്ട് മലങ്കര സൊസൈറ്റീനെ ഉയർത്തിക്കൊണ്ടിരുന്നു എന്ന്. അവിടെ നിയമത്തിലൊന്നും ഞാനോട് ചോദിച്ചിട്ടും മറ്റ് സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റാഫുകളെ ഉപയോഗിച്ച് സൊസൈറ്റിയുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഞാനും സ്റ്റാഫും എൻ്റെ മറ്റ് സെറ്റപ്പുകളൊക്കെ അതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നല്ല ഡെപ്പോസിറ്റുകൾ വരുന്നുണ്ട്, ലോണ് കൊടുക്കുന്നുണ്ട്. 1000 കോടി കവർ ചെയ്തു. ഇത്ര ഷോർട്ട് ടൈമിൽ ഇത്രയധികം ബിസിനസ് ചെയ്തിട്ടുള്ള സൊസൈറ്റിക്ക് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ കഴിഞ്ഞ മാസം മറ്റാണ് അവിടുന്ന് പ്രൈം മിനിസ്റ്ററും അമിത്ഷായൊക്കെയുള്ള ഫംഗ്ഷനാണ്. എനിക്ക് പോകാൻ പറ്റിയില്ല, അവിടുന്ന് വേറെ ആളെയാണ് വിട്ടത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തോരം സാധാരണക്കാർക്ക് ലോൺ കൊടുക്കുന്നു, എന്തോരം പേര് അത് വെച്ച് ബിസിനസ് ചെയ്യുന്നു, ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അതിനെതിരെ എന്നും വിവാദമാണ്. എൻ്റെ എന്തൊക്കെയുണ്ടോ ഒക്കെ വിവാദമാണ്. ഓക്കെ, ഇപ്പൊ ഇനി ഇലക്ഷന്റെ സമയമൊക്കെ വരികയാണ്. പൊതുവെ ഈ ബിസിനസ്സുകാരൊക്കെ ഓരോ പാർട്ടിക്ക് ഫണ്ട് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബോച്ചെ ഏതെങ്കിലും പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ? അയ്യോ, ഞാൻ ഒരു പാർട്ടിക്കും ഫണ്ട് ചെയ്യുന്നില്ല. നമ്മളൊക്കെ ഒറ്റ പാർട്ടിയുള്ളൂ, ടീ പാർട്ടി. എല്ലാവരും എല്ലാ പാർട്ടിക്കാരായിട്ട് അടുപ്പാണ്, എല്ലാവരുമായിട്ട് അടുപ്പാണ്, നല്ല രീതിയിലുള്ള ബന്ധങ്ങളാണ്. പിന്നെ ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല. പ്രത്യേക രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു വികാരങ്ങളും ഇല്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പാർട്ടി ടീ പാർട്ടി. ബോച്ചെ, അപ്പൊ നവംബർ കഴിയാറായി, ഡിസംബറിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ എല്ലാ വർഷവും നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ ബോച്ചെ ഓരോ സർപ്രൈസ് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ വർഷം എന്താണ് ന്യൂ ഇയർ സർപ്രൈസ്? ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം വയനാട്ടിലാണ്. അങ്ങനെയാണ്, കേരളം മുഴുവൻ വയനാട്ടിലേക്ക്. എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ്? നമ്മളവിടെ ഈ പ്രാവശ്യം വയനാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റും വ്യാപാരി വ്യവസായിയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ബോച്ചെ 1000 ഏക്കർ മേപ്പാടി വയനാട്ടിൽ വെച്ചിട്ട് വയനാട് ടൂറിസം കാർണിവൽ എന്ന് പറഞ്ഞിട്ട് 23-ാം തീയതി മുതൽ 31-ാം തീയതി വരെ എന്നും പ്രോഗ്രാമുകളാണ് അവിടെ. ഒറ്റപ്പിടി സംഭവങ്ങൾ ഡെയിലി ഫുൾ ടൈം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ വേടനെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയുണ്ട്.
പിന്നെ മുമ്പ് അവിടെ നടത്തിയിരുന്നു നമ്മൾ, അത് ഭയങ്കര തിരക്കായി. അത് നമുക്കൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് നമ്മുടെ ബോച്ചെ 1000 ഏക്കറിനുള്ളിലേക്ക് വണ്ടികൾ കയറ്റി വിട്ടില്ല. അപ്പൊ എല്ലാവരും റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഫുൾ അങ്ങ് ബ്ലോക്കായി. പിന്നെ അത് മാത്രമല്ല, അന്ന് 10,000-40,000 പേര് വന്നു ഫ്രീ ആയതുകൊണ്ടേ. ഇപ്രാവശ്യം ആ 2 കറക്ഷൻസ് ഉണ്ട്. ഒന്ന് ടിക്കറ്റ് വെച്ചിട്ടാ, അപ്പൊ കൺട്രോൾ കിട്ടൂല. എത്രയായി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം നമുക്ക്. പിന്നെ വണ്ടികളൊക്കെ ഉള്ളിൽ കയറി പാർക്ക് ചെയ്യാം. ഞങ്ങൾക്ക് 10-25 കിലോമീറ്റർ റോഡ് തന്നെയുണ്ട്, വലിയ വീതിയുള്ള റോഡുകൾ എസ്റ്റേറ്റിനകത്തുണ്ട്. അപ്പോൾ റോഡിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും, റോഡിലും ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടാവില്ല, ഓവർ ക്രൗഡും ഇല്ല. ഒരു മിനിമം ക്രൗഡ് വെച്ച് കൺട്രോൾ ചെയ്യാന്നുള്ള പരിപാടിയാണ്. അത് ന്യൂ ഇയറിനുള്ള വേടൻ പ്രോഗ്രാം. മറ്റു ദിവസങ്ങളിലൊക്കെ ഫ്രീ പ്രോഗ്രാമുകളായിരിക്കും. എനിക്ക് തോന്നുന്നു 1 വീക്ക് മോർ ദാൻ 23rd ഓൺവേർഡ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും ഇനി ഇതുപോലെ അവിടെ വയനാട്, പ്രത്യേകിച്ച് വയനാട് ഈ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ടൂറിസം കുറച്ച് താഴേക്ക് പോയല്ലോ. അപ്പോൾ വ്യാപാരികളും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇതുപോലെയുള്ള ആശയങ്ങൾ വന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ വെച്ച് നടത്താം, നമ്മൾ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ സർപ്രൈസ് ചോദിച്ചില്ലേ, അതും ഒരു 1.5 സർപ്രൈസ്. അതായത് സാധാരണ ഈ പാപ്പാഞ്ഞീനെ കത്തിക്കുക എന്നുള്ളൊരു പരിപാടി. അതിൽ പറഞ്ഞു ഇപ്രാവശ്യത്തെ ആഘോഷം ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വയനാട്ടിലാണ്. ഏറ്റവും വലിയ പാപ്പാഞ്ഞീനെ കത്തിക്കാൻ പോവാണ്. വലിയൊരു റെക്കോർഡാക്കാൻ പോവാണ്. അതെ അതെ അതെ. പിന്നെ അവിടെ വന്ന ഒരു പിടി സർപ്രൈസ് കാണാനുണ്ട് ഡെയിലി. ബോച്ച ഇപ്പം നിലവിൽ 56 ജ്വല്ലറീസ് ആണ് ഉള്ളത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ് വരാനുള്ളത്? പുതിയ പ്രോജക്ട്സ് ഇനിയിപ്പോ നമുക്ക് റിസോർട്ടുകളുണ്ട്, ഇതൊക്കെ ബോച്ചെ ഹോംസ്, അത് ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മൂന്നാറിൽ ഒരു വലിയ പ്രോജക്റ്റ് കൺഫേം ആയിട്ടില്ല, നോക്കിയിട്ടുണ്ട്. ഒരു 2500 ഏക്കറുള്ള വലിയൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഊട്ടിയിലും ഒരു 1500 ഏക്കറയുടെ പ്രോപ്പർട്ടി നോക്കിയിട്ടുണ്ട്. ഒക്കെ നെഗോസിയേഷൻ നടക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ ജ്വല്ലറിയാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ബോംബെയിൽ അടുത്തത് ഒരെണ്ണം പണി നടക്കുന്നുണ്ട്. പിന്നെ തിരൂര് ഒരെണ്ണം വരുന്നുണ്ട്, മംഗലാപുരം വരുന്നുണ്ട്, പാല വരുന്നുണ്ട്, മാവേലിക്കര, ഇങ്ങനെയുള്ളിടത്തൊക്കെ പണി നീളം നടന്നുകൊണ്ടിരിക്കും. യു എയിൽ ഓൾറെഡി ഉണ്ടല്ലോ, 4 എണ്ണം ഉണ്ട്. ഫ്യുജേറയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. വരാൻ പോകുന്നത്. പിന്നെ വേറെയും സൗദിയിലേക്കൊക്കെ പ്ലാൻ ഉണ്ട്. ഇപ്പൊ പണി നടക്കുന്നതാണ് ഇത്രയും നല്ലത്. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ബോച്ചെ ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര ചിരിച്ചും കളിച്ചിട്ടുള്ളൊരു ബോച്ചനെയാണ് നമുക്കറിയാം. ശരിക്കും ബോച്ചെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് അറിയാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നത്. റിയൽ ലൈഫില് ഇപ്പൊ റിയൽ ലൈഫ് എന്താ വ്യത്യാസം എന്നാണ്. തീർച്ചയായും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. റിയൽ ലൈഫ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പാവമാണ്, ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്. ഇതാണ് റിയാലിറ്റി. പിന്നെ എന്താ പറയാന്നറിയാം, എൻ്റെ ചതയം നാളാണ്, ജെമിനൈൻ ആണ്. അപ്പൊ ഒരു ഡ്യുവൽ ക്യാരക്ടർ ഉണ്ടെന്നാ പറയുന്നത്. ഒരു സമയത്ത് ഒരു മൂഡ്, വേറൊരു ഫേസ്, ഒരു സമയത്ത് വേറൊരു ഇത്. രണ്ടും ദോഷമുള്ള ഒന്നല്ല. നമ്മളാർക്കും ഒരു ദോഷത്തിന് പോകാറില്ല. പറ്റാവുന്ന സഹായം ചെയ്യുക. നമ്മളെ പലരും പല ഭാഗത്തുനിന്നും വേട്ടയാടാൻ നോക്കുമെങ്കിലും നമ്മൾ കഴിയാവുന്നതും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇതിപ്പോ ഈ വിവാദം ഒരു കേസ് കൊടുക്കാൻ 100 കോടിക്ക് ഉദ്ദേശിച്ചത് 100 കോടിക്ക് വേണ്ടിയിട്ടല്ല. ഈ 100 കോടി കിട്ടിയാലും ഞാൻ എടുക്കില്ല, ഞാൻ 1 രൂപ പോലും എടുക്കില്ല. ആ 100 കോടി പാവങ്ങൾക്ക് കൊടുക്കും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 163 വർഷത്തെ പാരമ്പര്യം. ഞാൻ 4ാം തലമുറക്കാരനാണ്. ഞാൻ 90ലാണ് എൻ്റെതായ സ്വന്തം ബിസിനസ് ചെയ്യുന്നത്. അന്ന് 19 വയസ്സ് മറ്റേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത് ലിസ്റ്റിങ്ങിലേക്ക് പോകണം. ലിസ്റ്റിങ്ങിലൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് ഈ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ കിട്ടുക. 10-25,000 കോടി രൂപയൊക്കെ കിട്ടുക. എസ്പെഷ്യൽ അതൊക്കെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു അവകാശമാണ്. അങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന സമയത്താണല്ലോ ഇതുമിലേക്ക് ബോംബിടാൻ നോക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ആണ് അത് ഞാൻ, അല്ലെങ്കിൽ ഈ കേസിനൊന്നും പലതും ഈ സോഷ്യൽ മീഡിയ കണ്ട മൈൻഡ് ചെയ്യാറില്ല. ആദ്യമൊക്കെ ഉത്തരം കൊടുത്തിരുന്നു, ഉത്തരം കൊടുക്കാറില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അതൊക്കെ മറന്നു, അങ്ങനത്തെ ഒരു മൂഡൊക്കെ മാറി. ഇത് പിന്നെ ഇങ്ങനെ വന്ന് നമ്മൾ ഇപ്പോൾ അധികം വൈകാണ്ട് ലിസ്റ്റിങ്ങിനൊക്കെ പോവല്ലേ. അപ്പം ഈ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഒക്കെയുള്ള ഒരു ഉപദേശം ഡയറക്ടർ ബോർഡിൽ നിന്ന് വന്നതുകൊണ്ടാണ് നമ്മളൊരു മെസ്സേജ് ആവട്ടെ, അത് ഈ മീഡിയ രംഗത്ത് പ്രത്യേകിച്ച് ഈ ഫോൺ എടുത്ത് കുത്തിയിട്ട് എന്തും പറയാവുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം.
അപ്പം ബോച്ചെ ഇപ്പൊ പറഞ്ഞല്ലോ 90സിലാണ് ബോച്ചെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പൊ ഇത്രയും കാലത്തിനിടയ്ക്ക് ബോച്ചെ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എപ്പോഴായിരിക്കും? ഞാൻ ആക്ച്വലി ഡിപ്രസ്ഡ് ആവുക അല്ലെങ്കിൽ ഡൗൺ ആവലില്ല. ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഡൗൺ ആവാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും, എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്. പക്ഷെ ഞാൻ അത് അതിജീവിച്ചു. അതിജീവിച്ചതിൻ്റെ കാരണം അതിൻ്റെ ഗുരു ഫാദറാണ്, എൻ്റെ പിതാവാണ്. കാരണം അദ്ദേഹം വളരെ നന്നായി ജീവിച്ച ഒരു മാതൃകാ പുരുഷനാണ്. വളരെ സിമ്പിളായിട്ട് ജീവിച്ച ഒരു ഇതാണ്. എങ്കിലും ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 65-70 വയസ്സിനുള്ളിൽ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. വളരെ സൂക്ഷിച്ച് നടക്കുന്ന ആളാണ്. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, തല പൊട്ടി, ബ്രെയിൻ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫാദർ ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ഒരു ഫാദർ എന്നുള്ള നിലയ്ക്കല്ല, ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പറഞ്ഞാ നീ എന്തിനാ പേടിക്കണേ, അപകടം മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ്. നീ എന്ന് ജനിക്കും എന്ന് മരിക്കും, ഇതിനിടയ്ക്ക് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ എഴുതി വെച്ചൊക്കെ അതുപോലെ സംഭവിക്കും. അല്ലെങ്കിൽ ലോകത്താർക്കും അപകടം ഉണ്ടാവില്ലല്ലോ. ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മളതൊക്കെ ഉൾക്കൊള്ളണം. അതൊക്കെ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ സമാധാനിപ്പിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ആള് പിന്നെ ഒരു 6-7 വർഷം കൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതിജീവിച്ചെല്ലാം ബാക്ക് ടു നോർമൽ. എന്നിട്ട് വീണ്ടും 75 വയസ്സിലൊക്കെ വീണ്ടും ബിസിനസ്സിൽ വരികയാണ്. ആ വയസ്സിലും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ ഒരു ദിവസം വീട്ടിലിരിക്കില്ല, ഓഫീസിൽ പോകും. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്തത് ക്യാൻസറായി. 84 വയസ്സായപ്പോഴേക്കും മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒന്ന് കഴിഞ്ഞ് അടുത്തത്. ആ ക്യാൻസറായിട്ടിരിക്കുമ്പോഴും ആൾക്ക് അതിലൊരു ദുഃഖമോ വിഷമോ കാര്യങ്ങളൊന്നുമില്ല, അക്സെപ്റ്റഡ് ആണ് അത്. അപ്പോൾ എനിക്ക് എൻ്റെ സർപ്രൈസ് അതാണ്. ഞാൻ അങ്ങനെ അത് എൻ്റെ ഹീറോ ആണ്. അപ്പോൾ എന്നോട് പറയടാ, എനിക്ക് ക്യാൻസർ വരണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതങ്ങ് സ്വീകരിക്കുക. അപ്പോൾ പുള്ളിയുടെ അറിവാണ് അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച എല്ലാം നടക്കില്ല. മനുഷ്യൻ്റെ അറിവില്ലായ്മയാണ്. ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണം, എനിക്ക് എല്ലാ ദിവസവും സുഖമായിരിക്കണം, സൂക്കേട് വരരുത്, മരിക്കരുത്, കുഴപ്പങ്ങളുണ്ടാവരുത്, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ പൊട്ടത്തര. സുഖദുഃഖങ്ങളാണ് ജീവിതം എന്ന അറിവ് നിനക്കുണ്ടാവണം. ആ അറിവുണ്ടെങ്കിൽ നിനക്ക് എന്ത് നല്ലത് വരുമ്പോഴും മോശം വരുമ്പോഴും ഒക്കെ നിനക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകണമെന്ന് അറിയില്ല, നീ വരുമ്പോൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ നാള് ഇതുണ്ടായി, ഓരോ ജയിലിൽ പോയി. അപ്പോൾ എന്തായി, ജയിലിൽ പോയി വിഷമമായോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ജീവിതത്തിൽ കുറ്റം ചെയ്തിട്ടും ചെയ്യാതെ ഒക്കെ ജയിലിൽ പോയവരുണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മുടെ നെൽസൺ മണ്ടേല എത്ര 10-30 വർഷം കിടന്നതാണ്. അതുപോലെ നമ്മുടെ സയൻറ്റിസ്റ്റ് കേരളത്തിൽ നമ്പി നാരായണൻ ഇപ്പോൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അവാർഡുകളും ഒരുപാട് സംഭവങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കണം. നമ്മൾ സെൽഫിഷ് ആവരുത്. കുറ്റം ചെയ്തിട്ടും കുറ്റം ചെയ്യാതെ ഒക്കെ നമ്മൾ ജയിലിൽ പോവാം, സൂക്കേട് വരാം, മരണം സംഭവിക്കാം, അപകടം സംഭവിക്കാം, എന്തു സംഭവിക്കാം. അതാണ് ജീവിതം. അല്ലാണ്ട് നമ്മളിവിടെ പെർമനൻ്റ് അല്ല. മനുഷ്യരുടെയൊക്കെ വിചാരം നമ്മളിവിടെ എല്ലാം നമ്മൾ സ്ഥാപിച്ച് അവകാശം സൃഷ്ടിച്ച് എല്ലാം ഉണ്ടാക്കി ഇനി ഇവിടെ പോവാൻ ഉദ്ദേശമില്ലാത്ത പോലെയാണ് ചിലപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു അറിവ് എനിക്ക് എൻ്റെ പിതാവിൽ നിന്നാണ് കിട്ടി, പിന്നെ ഒരുപാട് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും സാരില്ല, പോട്ടെ. നമ്മൾ ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും, ഭയങ്കര സന്തോഷം. ചില സംഭവങ്ങൾ നടക്കാതെ വരും, അപ്പോൾ സാരില്ല, അടുത്തത് നടക്കും. അങ്ങനെയല്ല, ഒന്നല്ലെങ്കിൽ അടുത്തത് എന്നുള്ള പോലെയുള്ള ഒരു പ്രതീക്ഷയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് നമുക്ക് ഏത് അവസ്ഥയിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ സിറ്റുവേഷനിൽ ചോദിച്ചപ്പോൾ ഞാനൊക്കെ പല ധ്യാന ശ്രീ രവിശങ്കറിൻ്റെ അവിടെ, ചാലക്കുടി ഡിവൈൻ, പല സ്ഥലത്തൊക്കെ പോയി നിന്നിട്ട് സർവീസിന് പോകുമ്പോൾ ഞാൻ അവിടെ AC ലൊന്നല്ല കിടക്കുക. 500-1000 പേർക്കൊക്കെ വിളമ്പും ഭക്ഷണം. എന്നിട്ട് അവിടെ സെർവ് ചെയ്യണവരുടെ കൂടെ പോയി AC ഇല്ലാത്തൊരു സ്ഥലത്ത് കിടക്കും. അങ്ങനെ കിടന്നുറങ്ങും, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഏത് അവസ്ഥയിലും ജീവിച്ച് പരിചയമുണ്ട്. 5 സ്റ്റാറിൽ പോകും, തട്ടുകടയിൽ പോയിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വഴിയിൽ നിന്നൊക്കെ ഇറങ്ങി ചായ കുടിച്ചോ, വടയും പഴംപൊരിയൊക്കെ തിന്നിട്ട്, പഴംപൊരി എന്ന് പറയാൻ പേടിയപ്പോൾ, എന്നാലും ഒക്കെ തിന്നിട്ട് ഇങ്ങനെ എല്ലാത്തിലും സെറ്റായി ജീവിക്കുക. അങ്ങനെ ജീവിച്ചു അറിവ് കൊണ്ട്.
അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സങ്കടം വന്നാലും അത് സന്തോഷമായിട്ട് സ്വീകരിക്കുക. അതിനുള്ള അറിവും ധൈര്യവും ചങ്കൂറ്റം ഉണ്ടാവുക. അതാണോ ബോച്ചേസ് സീക്രട്ട് ടു ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ പറയാ? ദാറ്റ്സ് മൈ സീക്രട്ട്, ദാറ്റ്സ് മൈ ഹാപ്പിനെസ്. അറിവിലൂടെ ധൈര്യം നേടുക, ചങ്കുറ്റത്തിൽ ജീവിക്കുക. എല്ലാ ദിവസവും പേടിച്ച് മരിക്കരുത്. മരണം ഒരു ദിവസം വരുമ്പോൾ അത് അപ്പോൾ നോക്കാം, പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ദാറ്റ് ഈസ് മൈ. അപ്പം ഇപ്പം ഞാൻ ചോദിച്ചപ്പം ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞില്ലേ, അതുപോലെ ബോച്ചയുടെ ലൈഫിൽ ബോച്ച ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എപ്പോഴായിരിക്കും? റിഗ്രറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറ. നിങ്ങളൊരു എക്സാമ്പിൾ. അല്ല, നമുക്ക് ലൈഫിൽ ഇത് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇത് എനിക്ക് കുറച്ചും കൂടെ ആലോചിച്ച് വേറെ രീതിക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള പോയിന്റ് അതുണ്ടല്ലോ. നമ്മളിപ്പോ ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. എല്ലാവർക്കും ഇല്ലേ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഗ്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞാൻ അതിനെ ആലോചിച്ച് ചമ്മു. അയ്യേ, അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പിന്നെ 10ലെത്തിയപ്പോൾ 9ാം ക്ലാസ്സിലാണ് എത്തിയപ്പോഴാണ് ഞാൻ കുറച്ച് ഭയങ്കര വലുതായി എന്നൊക്കെ തീരുമാനിച്ചു. വലിയ കാര്യങ്ങൾ, ഭയങ്കര പക്വത, ഇപ്പൊ കഴിവുള്ള ആള്, എനിക്ക് എല്ലാം എന്നൊക്കെ വലിയൊരു ഹീറോ ആയി. മൂവാറ്റുപുഴ പഠിക്കുമ്പോ അതറിയാലേ, മതിലിയാടി പോയിട്ടുണ്ട്, അവിടെ അടുത്താണല്ലോ വീടല്ലേ. ഓക്കെ. പക്ഷേ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ പോയി 9ാം ക്ലാസ്സിൽ മണ്ടത്തര ചെയ്തതെന്നൊക്കെ അത് ഇപ്പോഴും തോന്നാറുണ്ട്, ഇന്നലെ ചെയ്തത് മണ്ടത്തരാണെന്ന്. അപ്പൊ എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ ആയിരിക്കും, ചിലര് തുറന്ന് പറയില്ല എന്ന് മാത്രം. അപ്പൊ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇനിയും എല്ലാം തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ബോച്ചെ, താങ്ക് യു സോ മച്ച്. പൊന്നാവോ? താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് ചോദിച്ചു, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. So conquer the world with love. Love you everybody. You're on Boche.